ഷേഖ് ഹസീനയുടെ വീഴ്ചയുടെ പുറകിലും ബംഗ്ലാദേശിലുള്ള ഭരണമാറ്റത്തിന്റെ പുറകിലും പാകിസ്ഥാനോ അവന്റെ ചാരസംഘടനയായ ISIയുടെ റോളും ഉണ്ടോന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇതിന്റെ കൂടെ തന്നെ ജിഹാദി ഫോഴ്സസ് അവർക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടോ, പാകിസ്ഥാനുമായിട്ട് ചേർന്ന് അവർ ബംഗ്ലാദേശ് ഡീസ്റ്റബിലൈസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എവിഡൻസ് കൊണ്ട് കാര്യങ്ങൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതായിരിക്കും നമ്മുടെ ഈ വീഡിയോയിലെ പാറ്റേൺ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണ് പാകിസ്ഥാന് ബംഗ്ലാദേശിനോട് അല്ലെങ്കിൽ ഷേഖ് ഹസീനയോട് ഇത്രയും വൈരാഗ്യം? ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഒരു കാലത്ത് പാകിസ്ഥാൻ തന്നെയായിരുന്നു. ഇറ്റ് വാസ് ഈസ്റ്റ് പാകിസ്ഥാൻ. അതിനെ പിന്നെ നമ്മൾ ഇന്ത്യക്കാരോട് ചേർന്ന് വെട്ടിമുറുക്കിയാണ് ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ഒരു രാജ്യമാണ് എന്ത്, ഇന്ന് കാണുന്ന ബംഗ്ലാദേശ്. അപ്പൊ ആ മുറിവ് ഇപ്പോഴും പാകിസ്ഥാന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, അതൊരിക്കലും ഉണങ്ങിയിട്ടില്ല. അവരുടെ 90,000-ൽ പരം സൈനികരാണ് അന്ന് നമ്മുടെ മുമ്പിൽ അടിയറവ് പറഞ്ഞത്. അപ്പൊ ആ പ്രതികാരത്തിന്റെ ഒരു എഫക്റ്റ് ആണോ ഇതെന്നുള്ളത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നിങ്ങൾക്ക് കാണാം, ഷേഖ് ഹസീനയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ട് നല്ലൊരു റാപ്പോർട്ടാണുള്ളത്. അവർ തമ്മിൽ നല്ലൊരു ബന്ധമാണ് ഷെയർ ചെയ്യുന്നത്. ഷേഖ് ഹസീന ഗവൺമെന്റിന്റെ അണ്ടറിൽ ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷനെ പലപ്പോഴും സുനേരി ദാഗ എന്നാ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ വെരി ക്ലോസ് ബോണ്ട്. പല ക്ലാസ്സിനും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ ആൻഡ് അണ്ടർ ആവാമി ലീഗ് ഇറ്റ് ഇസ് വെരി ഗുഡ്. പക്ഷെ BNP ഭരിക്കുമ്പോൾ ഇത് അത്രയ്ക്കും നല്ലതല്ല. അപ്പൊ ഒരിക്കലും ഇന്ത്യയോടെ ക്ലോസ് ആയ ഒരു ഗവൺമെന്റ് ബംഗ്ലാദേശിൽ ഇരിക്കുന്നത് പാകിസ്ഥാന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് മെയിൻ ഫീച്ചേഴ്സും അല്ലെങ്കിൽ റീസൺസും ആദ്യം തന്നെ മനസ്സിലാവും. ഇനി നമുക്ക് മുമ്പോട്ട് പോവാം. ഷേഖ് ഹസീനയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം. പണിഷ് ദോസ് ഹു സ്റ്റിൽ ലവ് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് PM ഷേഖ് ഹസീന പറയുന്നത് എന്താണ്? പാകിസ്ഥാനെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവരെ പണിഷ് ചെയ്യണം. പാകിസ്ഥാനെ സ്നേഹിക്കുന്നവർ ബംഗ്ലാദേശിൽ ഉണ്ടെങ്കിൽ അവരെ ട്രൈറ്റേഴ്സ് ആണ്. ഇങ്ങനൊരു വാദമാണ് ഹസീന ഉന്നയിക്കുന്നത്. അതും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടാണ് ഇത് പറയുന്നത്. 2018, അതായത് പാകിസ്ഥാനെ എപ്പോഴും സ്നേഹിക്കുന്നവര് ട്രൈറ്റേഴ്സ് ആണ്, ദേ ആർ ആന്റി ബംഗ്ലാദേശ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രൈം മിനിസ്റ്ററിനെ ഒരിക്കലും പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ ആഗ്രഹിക്കുന്നില്ല. എ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഈസ് കൺസിഡേർഡ് ബാഡ് ഫോർ പാകിസ്ഥാൻ ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ്. ഇനി നിങ്ങൾ നോക്കുക, 2021 പ്രൈം മിനിസ്റ്റർ മോദി ബംഗ്ലാദേശ് സന്ദർശിക്കുകയുണ്ടായി. അന്നും കുറെ പേര് ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഏകദേശം 12 പേര് കൊല്ലപ്പെടുകയുണ്ടായി. സോ നിങ്ങൾക്കറിയാം, ആന്റി ഇന്ത്യ അല്ലെങ്കിൽ സ്പെഷ്യലി ആന്റി മോദി സെന്റിമെന്റ്സ് അന്നേ തൊട്ട് എവിടെ ഉണ്ട്, നമ്മുടെ ബംഗ്ലാദേശിലുണ്ട്. ഇതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? പാകിസ്ഥാനും അതിന്റെ ചാരസംഘടനയായ ISIയും പിന്നെ ജിഹാദി എലിമെന്റ്സ് കൂടെ ആയിരിക്കും. ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് നോക്കുക. ഇതിന് പല ആർട്ടിക്കിളുകളിലും വന്നതാണ്. ISI conspiracy to remove Sheikh Hasina as Pakistan wants anti-India government in Bangladesh. CNN-നോട് ഒരു ഇന്റലിജൻസ് സോഴ്സ് റിവീൽ ചെയ്ത കാര്യമാണ്. ISIക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഷേഖ് ഹസീനെ ബംഗ്ലാദേശിൽ നിന്ന് മാറി. സോ ദേ ആർ ഹാച്ചിങ് എ കോൺസ്പിറസി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചൈനയുടെ ആംഗിളും പറഞ്ഞിരുന്നു. ചിലർ പറയുന്നുണ്ട് ചൈനയും പാകിസ്ഥാനോട് ചേർന്നാണ്. എന്തായാലും ISIക്ക് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്നുള്ളത് CNN റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ISIയുടെ സ്ലീപ്പർ സെല്ലുകൾ അവിടെ ആക്റ്റീവ് ആണെന്നും CNN ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ പറഞ്ഞു ബംഗ്ലാദേശിൽ 2 പാർട്ടികളാണുള്ളത്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്ന് BNP, ഒന്ന് ആവാമി ലീഗ്. ഈ BNP ഗവൺമെന്റ് ഇസ് വാട്ട്? ഇറ്റ് ഇസ് പ്രോ പാകിസ്ഥാൻ. കാരണം ജിയാഉർ റഹ്മാന്റെ വൈഫ് ഖാലിദ സിയയാണ് അതിനെ ഹെഡ് ചെയ്യുന്നത്. അത് പ്രോ പാകിസ്ഥാനുമാണ്, പ്രോ ചൈനയുമാണ്. അപ്പൊ ഖാലിദ സിയയുടെ മകൻ ISI ഒഫീഷ്യൽസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരെന്തെങ്കിലും കോൺസ്പിറസി ഹാച്ച് ചെയ്യുന്നു എന്നുള്ള ന്യൂസും കുറെ തവണ പല ന്യൂസ് പേപ്പറിലും വന്നിട്ടുണ്ട്. ഖാലിദ സിയ സൺ മെറ്റ് വിത്ത് പാകിസ്ഥാനി സ്പൈസ് അമിഡ് ബംഗ്ലാദേശി ടെർമോയിൽ. ബംഗ്ലാദേശിൽ ഈ കോട്ട പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ പ്രശ്നങ്ങൾ വഷളാവുന്നതിന്റെ ഇടയ്ക്ക് ഖാലിദ സിയയുടെ മകൻ ആരെ കണ്ടിട്ടുണ്ട്? ISIയുടെ ചാരന്മാരെ കണ്ടിട്ടുണ്ട്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ദിസ് തിങ്സ് ആർ ഡെവലപ്പിംഗ്. ഇനി നിങ്ങൾക്ക് കാണാം, ബംഗ്ലാദേശിൽ വളരെ വലിയ സ്കെയിലിൽ ആവാമി ലീഗിന്റെ പ്രവർത്തകർക്കെതിരെ അറ്റാക്ക് നടക്കുന്നു.
ഹിന്ദുക്കൾക്കെതിരെ അറ്റാക്ക് നടക്കുന്നു. ഇവിടെ ആവാമി ലീഗിലും മുഷ്റഫി മൊർത്താസ എന്ന് പറഞ്ഞൊരു എം പി ഉണ്ട്. ഈ വാസ് എ ക്രിക്കറ്റർ. അദ്ദേഹത്തിന്റെ വീട് കത്തിക്കുന്നു. മുജീബുൾ റഹ്മാന്റെ പ്രതിമ തകർക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, മുജീബുൾ റഹ്മാന്റെ പ്രതിമ എന്തിനാണ് ബംഗ്ലാദേശിലുള്ളവർ തകർക്കുന്നത്? കാരണം ബംഗ്ലാദേശിന് ഇൻഡിപെൻഡൻസ് മേടിച്ചു കൊടുത്ത ആള് മുജീബുൾ റഹ്മാനാണ്. അപ്പൊ അദ്ദേഹത്തെ വെറുക്കുന്നത് ആരാ? ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ വെറുക്കുന്ന രണ്ട് രാജ്യമാണ്, ഒന്ന് പാകിസ്ഥാനും രണ്ട് ബംഗ്ലാദേശും. പിന്നെ അവിടെയുള്ള എക്സ്ട്രീം എലിമെന്റ്സ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രതിമ തകർക്കലും നമുക്ക് ഇതിനുമായിട്ട് ലിങ്ക് ചെയ്യാം. ഓക്കെ, ഇത് ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്റർ, ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ബംഗ്ലാദേശ് പ്രവർത്തിക്കുന്നത്, ക്രോസ് കൾച്ചറൽ പ്രൊമോഷന് വേണ്ടി. ഇതിനും തീയിടുന്നു. സ്റ്റുഡൻസ് എന്തിനാ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിന് തീയിടുകയും മുജീബുൾ റഹ്മാന്റെ പ്രതിമ തകർക്കുകയൊക്കെ ചെയ്യുന്നത്? സോ യു ക്യാൻ സീ സംതിങ് ഇസ് ഫിഷി അബൌട്ട് ദീസ് തിങ്സ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഈ പിക്ചർ നിങ്ങൾ നോക്കിക്കേ. ബംഗ്ലാദേശ് ഇന്ത്യ വാർ മെമ്മോറിയലിന്റെ ഒരു സ്റ്റാച്യു ആണ്. ഇത് തകർക്കപ്പെട്ടു എന്ന് ചില റിപ്പോർട്ട്സും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റാച്യു തകർക്കണമെങ്കിൽ അതിനകത്ത് പാകിസ്ഥാനി ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ജിഹാദി ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ISI ഇൻട്രസ്റ്റ് ഉണ്ടാവാം. പക്ഷെ എപ്പോഴും നമ്മൾ പറയുമ്പോൾ വളരെ ക്ലാരിറ്റിയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇത് പലരും ഫാക്ട് ചെക്ക് ചെയ്തപ്പോ, അതായത് ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിക്കുമ്പോൾ പറയുന്നത് ഇത് സ്റ്റാച്യു അവിടെ വാൻഡലൈസ്ഡ് ആയിട്ടില്ല, പൊട്ടിച്ചിരിക്കുന്നത് വേറൊരു പ്രതിമയാണ്. അപ്പം കാര്യങ്ങൾ ഒന്നുകൂടെ കത്തിക്കാൻ ആരോ ചെയ്യുന്നതാണ്. പക്ഷെ തൽക്കാലം നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ വാർ സ്റ്റാച്യു ബംഗ്ലാദേശ് മിലിറ്ററിയുടെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു ഏരിയയിലുള്ളതാണ്. ഇതുവരെ ഇത് തകർത്തിട്ടില്ല എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക. നേരത്തെ ഞാൻ ഈ പ്രൊട്ടസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോഴും പറഞ്ഞു, ഈ പ്രൊട്ടസ്റ്റിന് ഇടയ്ക്ക് ആരൊക്കെയോ ബംഗബന്ധു ഷെയ്ഖ് മുജീബുൾ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ വരുന്നു. അവിടുത്തെ കാറുകളും ആംബുലൻസും മോട്ടോർ സൈക്കിളുകളും ബസ്സുകളും കത്തിക്കും. ഹോസ്പിറ്റൽ ആക്രമിച്ചിട്ട് പ്രത്യേകിച്ച് സ്റ്റുഡൻസിന് എന്ത് കിട്ടാനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതും മാസ്കും വെച്ചുകൊണ്ട് വന്നു. അപ്പൊ ഈ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ ഇത് ആളി കത്തിക്കാൻ ആരോ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സ്റ്റുഡൻസ് മാസ്കും വെച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റൽ കത്തിച്ചാൽ ഹോസ്പിറ്റലിൽ ജനറൽ പബ്ലിക് ആണ് ഉള്ളത്, അവർക്കാണ് ബുദ്ധിമുട്ട്. സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസ് കാണും. സോ ദിസ് ഷോസ് someone is trying to fuel the issue. അതിന്റെ പുറകെ നമുക്ക് ആരെയും സംശയിക്കേണ്ടി വരും? പാകിസ്ഥാനെയും ISIയെയും സംശയിക്കേണ്ടി വരും. അതുപോലെ നിങ്ങൾ കാണുക, ഷെയ്ഖ് ഹസീനയുടെ മകനും പല ഇന്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു, ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? പാകിസ്ഥാൻ തന്നെയാണ്. ഇദ്ദേഹം പറയുന്നു പാകിസ്ഥാൻ ഇനിയും ഈസ്റ്റ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇനിയും എന്ത് തന്നെ ആവും, ഒരു അഫ്ഗാനിസ്ഥാനോ അല്ലെങ്കിൽ പാകിസ്ഥാനോ ആവുമെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു. സാജിദ് വസീം, സൺ ഓഫ് ഫോർമർ PM ഹസീന, ബംഗ്ലാദേശ് വിൽ ബി ദ നെക്സ്റ്റ് പാകിസ്ഥാൻ. ഇദ്ദേഹം രണ്ട് രീതിയിലും പറയുന്നുണ്ട്, ബംഗ്ലാദേശ് ഇനി അടുത്ത അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ ആയി മാറും. ഇവിടെ നിങ്ങൾക്ക് കാണാം പാകിസ്ഥാൻസ് ISI ഫ്യൂവലിംഗ് അൺട്രസ്റ്റ് ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, ഇദ്ദേഹം പറയുന്നു കുറച്ച് നാൾ കഴിഞ്ഞ് ഷെയ്ഖ് ഹസീന ചിലപ്പോ തിരിച്ചെത്തുമെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മളോട് സൂചിപ്പിക്കുന്ന കാര്യം എന്താ? ISI ഈസ് ഡയറക്ട്ലി ഇൻവോൾവ് ഓർ പാകിസ്ഥാൻ ഇസ് ഡയറക്ട്ലി ഇൻവോൾവ്. ഇനി ഇന്ത്യയുടെ ഒരു ഫോർമർ ഡിപ്ലോമാറ്റ് ആണ്, ഇദ്ദേഹവും പറയുന്നത് എന്താ? ദേബ് മുഖർജി, ഇദ്ദേഹം ബംഗ്ലാദേശിലെ നേരത്തെ ഫോർമർ ഹൈക്കമ്മീഷണർ ആണ്. ഇദ്ദേഹവും പറയുന്നത് ഇത് വളരെയധികം പാകിസ്ഥാനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവരായിരിക്കാം ഇതിന്റെ പുറത്ത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, പാകിസ്ഥാനിലെ യൂത്ത് PMLQ ലീഡറും പറയുന്നുണ്ട്, ഇനിയും പണ്ടത്തെ പോലെ ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, എല്ലാ ബാരിയേഴ്സും മാറി, ഇനിയും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കും, ഇനിയും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും. ഇത് ആർക്കിട്ടുള്ളൊരു കൊട്ടാണ്? ഇന്ത്യക്കിട്ടുള്ള കൊട്ടാണ്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം somehow പാകിസ്ഥാൻ is involved. ഇനി ഒരു ന്യൂസ് യുറേഷ്യൻ ടൈംസിൽ വന്നതാണ്. നെക്സസ് ഓഫ് ഇസ്ലാമിസ്റ്റ് ജിഹാദിസ്റ്റ് ടെററിസ്റ്റ് വാണ്ട് ഷെയ്ഖ് ഹസീന ഔട്ട്. അപ്പം ജിഹാദിസ്റ്റും ടെററിസ്റ്റും എല്ലാം ആരെ പുറത്താക്കേണ്ട ആവശ്യമുണ്ട്? ഷെയ്ഖ് ഹസീനെ പുറത്താക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആവാമി ലീഗിന്റെ ഭരണത്തിന്റെ സമയത്ത് റാഡിക്കൽ എലിമെന്റ്സിനെ വളരെയധികം അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ്, അതൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനും കൂടെയാണ്. അതിനെ വരെ ഷെയ്ഖ് ഹസീന എന്ത് ചെയ്തു? മാക്സിമം കൺട്രോൾ ചെയ്യാനാണ് നോക്കി. അപ്പം എന്താണ് ഒരു ഉദ്ദേശം? ഇറ്റ് വാണ്ട്സ് ടു ടേൺ ബംഗ്ലാദേശ് ലൈക്ക് ബാങ്ക്റപ്റ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാന്റെ അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിനെ എത്തിക്കണമെന്നാണ് ഈ ജിഹാദി ടെററിസ്റ്റ് എലിമെന്റ്സിന്റെ ആഗ്രഹം. ഇനി നിങ്ങൾ നോക്കുക, ബംഗ്ലാദേശ് ക്രൈസിസിൽ ഹിന്ദുക്കളുടെ എതിരെ വ്യാപകമായ അറ്റാക്ക് നടക്കുന്നുണ്ട്. പല ന്യൂസ് പേപ്പറും കാണാം. 24 അലൈവ്, ബേൺഡ് അലൈവ്, 400ഓളം ഹിന്ദു പ്രോപ്പർട്ടീസ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. 20 തൊട്ട് 25 ടെമ്പിളുകൾ
ഹിന്ദു ടെമ്പിളുകൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നു. പലരും അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊക്കെ വെറുതെയാണ്, മൈനോറിറ്റീസിനെതിരെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ ആദ്യം ഈ ന്യൂസ് റിപ്പോർട്ട് വന്നതിന് ശേഷം ഒത്തിരി അധികം തെളിവുകൾ വരുവാണ്, സ്പഷ്ടമായിട്ട് ഹിന്ദു മൈനോറിറ്റിയുടെ എതിരെ അവിടെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇസ്കോണിന്റെ ടെമ്പിൾ കത്തിച്ചിട്ടുണ്ട്. ഇസ്കോണിന്റെ ടെമ്പിൾ ആദ്യമായിട്ടല്ല ബംഗ്ലാദേശിൽ കത്തിക്കുന്നത്, ഇതിനു മുമ്പും കത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് അതിന്റെ പിക്ചറുകളാണ്. മൂർത്തികൾ വാൻഡലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാരിക്കേച്ചേഴ്സും വളരെയധികം ഫേമസ് ആവുന്നുണ്ട്. ഈ സ്ലോഗനും ഇന്ത്യയിൽ ഇടയ്ക്ക് വൈറലായിരുന്നു, ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശ്. ഓക്കെ, അപ്പൊ ചിലർ വിമർശിക്കുന്ന കാര്യമാണ്, ബോളിവുഡിലുള്ള പലരും റഫായിൽ അറ്റാക്ക് നടത്തിയപ്പോൾ റിയാക്ട് ചെയ്തു, പക്ഷെ ബംഗ്ലാദേശിൽ ഹിന്ദു മൈനോറിറ്റീസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ആരും മിണ്ടുന്നില്ല എന്നൊരു പ്രതിഷേധവും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. ഇതെല്ലാം ഇതിന്റെ പ്രോസസ് ആണ്. പിന്നെ നമുക്ക് കാണാവുന്ന അടുത്ത കാര്യം, ബംഗ്ലാദേശ് വയലൻസ്, പോലീസ് അറസ്റ്റ് എ മാൻ ഹു പ്ലേസ് ഖുറാൻ അറ്റ് ദുർഗ പൂജ. ഇത് ഈ ഒരു ലിങ്ക് നിങ്ങളെയും കൂടെ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ്. ഇത് ഇപ്പൊ നടന്നതല്ല, ദിസ് ഹാപ്പൻഡ് ഇൻ 2021. സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശി ഹിന്ദുസ് അല്ലെങ്കിൽ ബംഗാളി ഹിന്ദുസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ദുർഗാ പൂജ. അപ്പൊ ദുർഗാ പൂജയുടെ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്, ISI ഒരു 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 എന്താ പറയാ, ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുകയാണ്. മാ ദുർഗയുടെ ഫീറ്റിൽ ഹോളി ഖുറാൻ കൊണ്ടുവച്ചു, വിശുദ്ധ ഖുറാൻ ദുർഗയുടെ ഫീറ്റിൽ കൊണ്ടുവച്ചു, കാലിന്റെ അടുത്ത് കൊണ്ടുവച്ചു എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്യുന്നു, ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ നടത്തുന്നു. ഇതിന് ശേഷം വളരെയധികം വലിയൊരു അറ്റാക്ക് ആറിനെതിരെ നടക്കുന്നു, ഹിന്ദു മൈനോറിറ്റീസിനെതിരെ നടക്കുന്നു. പക്ഷെ ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് അത് അന്വേഷിക്കുകയുണ്ടായി. അന്വേഷിക്കുമ്പോൾ പിടിക്കപ്പെട്ട ആളാരായിരുന്നു? ഹിസ് നെയിം വാസ് ഹുസൈൻ, ഐ ഗസ്. ഓക്കെ, അപ്പം ഇത് മനഃപൂർവ്വം ISI ക്രിയേറ്റ് ചെയ്ത ഒരു ഇഷ്യൂ ആണ്, ഹിന്ദു മൈനോറിറ്റീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 2024 അല്ല മൈനോറിറ്റീസിനെതിരെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത്. ഇതിനു മുമ്പേ ആന്റി ഹിന്ദു ഫീലിംഗ് ബംഗ്ലാദേശിൽ പാകിസ്ഥാൻ ISIയും പാകിസ്ഥാനും ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഇതിന്റെ CCTV വിഷ്വൽ വരെ അവൈലബിൾ ആയിരുന്നു. ആ പറയുന്ന വ്യക്തി ഖുറാൻ കൊണ്ടുപോയി ദുർഗയുടെ ഫീറ്റിൽ വെക്കുന്നു. സോ സംബഡി ഈസ് ട്രൈങ് ടു ക്രിയേറ്റ് ആന്റി ഹിന്ദു ഫീലിംഗ് ഇൻ ബംഗ്ലാദേശ്. ഓക്കെ, ഈ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഉണ്ട് നിങ്ങളുടെ. ഓക്കെ, ഇനി വേറൊരു സംഭവം നിങ്ങൾ ആലോചിക്കുക. ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നു, ബംഗ്ലാദേശ് വേഴ്സസ് പാകിസ്ഥാൻ. അതിനകത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തുന്നു. പക്ഷേ പാകിസ്ഥാൻ ടീം പോകുന്ന വഴി ബംഗ്ലാദേശിലെ വലിയൊരു ക്രൗഡ് പാകിസ്ഥാൻ ടീമിനെ ചിയർ ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ബംഗ്ലാദേശിലുള്ള ചിലർ തന്നെ പാകിസ്ഥാനെ ചിയർ ചെയ്യുന്നു. സോ ആന്റി ഹിന്ദു ഫീലിംഗ്, ആന്റി ഹസീന ഫീലിംഗ്, പ്രോ പാകിസ്ഥാൻ ഫീലിംഗ് അന്ന് തൊട്ടേ ഇവര് കൾച്ചർ ചെയ്യുന്നത്. ഇത് രണ്ടും 2021 നടന്ന സംഭവങ്ങളാണ്. ഓക്കെ, ജമാഅത്തെ ഇസ്ലാമി ആൻഡ് അൺഡൂയിങ് ഓഫ് മുജീബ് സോണാർ ബംഗ്ല. ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് ന്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ്, ബംഗ്ലാദേശിന്റെ നാഷണൽ ആന്തം രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയതാണ്. ഇത് മാറ്റി പുതിയ ആന്തം വേണമെന്നും ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടുന്നുണ്ട്. പല പോസ്റ്റുകളിലും ഈ പുതിയ നാഷണൽ ആന്തം നമുക്ക് കാണുകയും ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യുന്നത്, ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്, കണക്റ്റിംഗ് പാകിസ്ഥാൻസ് ആൻഡ് ISI's ലിങ്ക്. ഇനി ബംഗ്ലാദേശിൽ ഹിന്ദു മൈനോറിറ്റീസ് സേഫ് ആണ്, അവരുടെ എതിരെ അറ്റാക്ക് നടക്കുന്നില്ല എന്ന് പറയുന്നവരോട് യൂറോപ്യൻ യൂണിയൻ ബംഗ്ലാദേശിന്റെ യൂണിറ്റും പറയുന്നുണ്ട് വ്യക്തമായിട്ട് എന്ത് നടക്കുന്നുണ്ട്, ഹിന്ദു മൈനോറിറ്റീസിനെതിരെ അറ്റാക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, ഇസ്രായേലിന്റെ അംബാസിഡർ ഇൻ ഇന്ത്യ, he also posted that Hindu minorities are attacked in ബംഗ്ലാദേശ്. പക്ഷെ നിങ്ങൾ വിചാരിക്കും ബംഗ്ലാദേശിനോട് എന്തിനാണ് ഈ പറയുന്ന ഇസ്രായേലിന് ഇത്രയും പ്രശ്നം എന്ന് പറയുന്നത്? അതിനും ഒരു ഹിഡൻ സ്റ്റോറി ഉണ്ട്, അത് ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബംഗ്ലാദേശ് ആൻഡ് ഇസ്രായേൽ ദേ ഡോണ്ട് എൻജോയ് സച്ച് എ ഗുഡ് റിലേഷൻഷിപ്പ്. പക്ഷെ ബംഗ്ലാദേശിനെതിരെ ഇപ്പം ഇങ്ങനെ ഇസ്രായേൽ പറയാൻ ഒരു പർട്ടിക്കുലർ റീസൺ ഉണ്ട്, ഒരു പറയപ്പെടുന്ന റീസൺ ആണ്. ഇപ്പൊ ഇറാനും ഇസ്രായേലും തമ്മിൽ വാർ നടക്കുകയാണ്. അപ്പൊ ഒരു ന്യൂസ് വരുവാണ്, ഇറാന് വെപ്പൺസ് ആര് സപ്ലൈ ചെയ്യാൻ പോവാ? പാകിസ്ഥാൻ സപ്ലൈ ചെയ്യാൻ പോവാണ്. ഇറാൻ ആര് വെപ്പൺ സപ്ലൈ ചെയ്യും? പാകിസ്ഥാൻ. പക്ഷെ പാകിസ്ഥാൻ ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ജിയോ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടായിരിക്കും ബംഗ്ലാദേശിലുള്ള ഒരു അറ്റാക്ക് എന്നുള്ള രീതിയിൽ ഇതിനെ ഇസ്രായേലി അംബാസിഡർ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്, ഹിന്ദുസിനുള്ള അറ്റാക്ക് എന്ന് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്.
ഇനി വിവേക് രാമസ്വാമി ഉണ്ട്, നിങ്ങൾക്ക് അറിയാം, വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ആണ്. ഹീസ് എ സപ്പോർട്ടർ ഓഫ് ട്രംപ്. ഇദ്ദേഹവും ഹിന്ദു മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞ് ട്വീറ്റ് പങ്കിട്ടിട്ടുണ്ട്. അതുപോലെ ഇനിയും ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ്, അവിടെ അറ്റാക്ക് നടന്നില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് UN തന്നെ ഹിന്ദു മൈനോറിറ്റീസിനെതിരെ അറ്റാക്ക് നടക്കുന്നെന്നും അതിനെ കണ്ടം ചെയ്യണമെന്നും അതിനെ മാറ്റണമെന്നും UN തന്നെ ഡിക്ലെയർ ചെയ്യുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും പോരാണെങ്കിൽ ഇന്ററിം ഗവൺമെന്റ്, ബംഗ്ലാദേശ് ഇന്ററിം ഗവൺമെന്റിന്റെ ഹെഡായ മുഹമ്മദ് യൂനിസ് തന്നെ എന്ത് ചെയ്യുന്നു? ഹിന്ദുക്കളുടെ എതിരെയുള്ള അറ്റാക്ക് വലിയൊരു കൺസേൺ ആണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു. ഇത് റിസോൾവ് ചെയ്യണമെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു. അപ്പം മൈനോറിറ്റീസിനെ അറ്റാക്ക് ചെയ്തില്ല എന്ന് പറയുന്നവരോട് UN പറഞ്ഞിരിക്കുന്നു, യൂറോപ്യൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു, അവിടുത്തെ കെയർ ടേക്കർ ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു ഹിന്ദു മൈനോറിറ്റീസിനെതിരെ അറ്റാക്ക് നടക്കുന്നു. ഇതിനുശേഷം നമ്മുടെ മുഹമ്മദ് യൂനിസ് എവിടെ പോയിട്ടുണ്ട്? ഹിന്ദു ഔട്ട്റീച്ച് ആയിട്ടിന്റെ ഭാഗമായിട്ട് ധാക്കേശ്വരി ടെമ്പിൾ ഇദ്ദേഹം വിസിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബംഗ്ലാദേശ് ക്രൈസിസ്, മുഹമ്മദ് യൂനിസ് വിസിറ്റ്സ് ധാക്കേശ്വരി ടെമ്പിൾ ടു അലേ ഹിന്ദു ഫിയേഴ്സ്. അപ്പൊ ഹിന്ദു മൈനോറിറ്റീസിന്റെ ഭയം അവരുടെ ഒരു ഭയം മാറ്റാൻ വേണ്ടി ഇദ്ദേഹം ഈ ടെമ്പിളിൽ വിസിറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇറ്റ് ഇസ് വെരി ക്ലിയർ ദാറ്റ് ഹിന്ദു മൈനോറിറ്റീസ് ആർ ബീങ് അറ്റാക്ഡ് ഇൻ യുവർ ബംഗ്ലാദേശ്. അപ്പൊ ഇതിന്റെ പുറകിൽ ആരായിരിക്കും? പാകിസ്ഥാൻ, ISI ആൻഡ് ദിസ് ജിഹാദി റാഡിക്കൽ എലിമെന്റ്സ്. നമ്മുടെ PM മോദി മുഹമ്മദ് യൂനിസിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ട്വീറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരുന്നു, അവിടുത്തെ ഹിന്ദു മൈനോറിറ്റീസിനെ ഉപദ്രവിക്കരുത്, അവരുടെ കാര്യം നോക്കണം. അതുപോലെ ഈ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിലും ഇദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, ഇന്ത്യ വറീഡ് ഫോർ ദ സേഫ്റ്റി ഓഫ് ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ്, ഹോപ്പ് കണ്ടീഷൻസ് നോർമലൈസ് സൂൺ. അപ്പൊ ഹിന്ദു മൈനോറിറ്റിയെ കുറിച്ച് നമുക്ക് ഭയമുണ്ടെന്ന് പ്രൈം മിനിസ്റ്റർ മോദി ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ തന്നെ പറയുന്നു. സോ ദിസ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ഹിന്ദുസ് ആർ ബീങ് അറ്റാക്ട്, മൈനോറിറ്റീസ് ആർ ബീങ് അറ്റാക്ട്. ഇനി ഇത് നോക്കിയേ നിങ്ങൾ, സ്റ്റുഡൻസ് ഇങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷെയ്ഖ് ഹസീനയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നു, അവരുടെ പേഴ്സണൽ ക്ലോത്ത്സ് അടിച്ചു മാറ്റുന്നു, ബംഗ്ലാദേശിന്റെ പാർലമെന്റ് വാൻഡലൈസ് ചെയ്യുന്നു. പാർലമെന്റ് ഇസ് എ പബ്ലിക് പ്രോപ്പർട്ടി. എന്തിനാണ് സ്റ്റുഡൻസ് അത് നശിപ്പിക്കുന്നത്? അതുകൊണ്ട് അവർക്ക് എന്താ യൂസ്? പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതിയ ഗവൺമെന്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതുപോലൊരു രംഗം നിങ്ങൾക്ക് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. താലിബാൻ പണ്ട് അഫ്ഗാൻ പാർലമെന്റ് കൈയേറിയപ്പോഴും ഇതേ രംഗങ്ങളാണ് നമുക്ക് അവരുടെ പാർലമെന്റിലും അവരുടെ PM റെസിഡൻസിലും ഒക്കെ കാണാൻ കഴിയും, അല്ലെങ്കിൽ പ്രസിഡന്റ് റെസിഡൻസിലും കാണാൻ കഴിയും. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കാണാം, ISIയുടെ ചീഫ് മീറ്റിംഗ് താലിബാൻസ് ഇന്ററിം ഹെഡ് ആ സമയത്ത്. അപ്പൊ അതിനകത്തും ISIയുടെ റോൾ ഉണ്ട്, അഫ്ഗാനിസ്ഥാനിൽ ഇവിടെയും ISIയുടെ റോൾ ഉണ്ട്. പക്ഷേ ഈ പറയുന്ന ISIയുടെ ചീഫ് ഇപ്പം ജയിലിലാണ്. ഓക്കെ, ദേശദ്രോഹി എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് PM ആയിരുന്ന, ആ സമയത്ത് പൊളിറ്റിക്കൽ പവറിൽ റൈസ് ചെയ്യുന്ന ഇമ്രാൻഖാനും ഇപ്പോ ഏകദേശം അകത്തായ അവസ്ഥയിൽ തന്നെയാണ്. ഓക്കെ, അതിന്റെ സ്റ്റോറി നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കുക, ബംഗ്ലാദേശിലെ ഹിന്ദു പോപ്പുലേഷൻ 1951 ബംഗ്ലാദേശിന്റെ ഹിന്ദു പോപ്പുലേഷൻ ഏകദേശം 22%. മുസ്ലിം പോപ്പുലേഷൻ ഏകദേശം 76%. ഓക്കെ, പക്ഷെ നിങ്ങൾ 2022 നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിം പോപ്പുലേഷൻ ഏകദേശം 91%, അതായത് 76 നിന്ന് 91 കൂടി ഹിന്ദു പോപ്പുലേഷൻ 22 നിന്ന് 7.9 ചുരുങ്ങി. Muslim population is increasing from 76 to 91. Hindu population is reducing from 22 to 7. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ കാണാം, നിങ്ങൾക്ക് 15 കോടി മുസ്ലിംസ് ഉണ്ട്, 1.31 കോടി ഹിന്ദുസ് ഉണ്ട്, ഏകദേശം 2 ലക്ഷത്തിന്റെ അടുത്ത് വേറെ ആൾക്കാരുണ്ട്, ക്രിസ്ത്യൻസ് ഏകദേശം 5 ലക്ഷത്തിന്റെ അടുത്തുണ്ട്, ബുദ്ധിസ്റ്റ് 10 ലക്ഷത്തിന്റെ അടുത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് ചിലര് പറയുന്നത് ഹിന്ദു കമ്മ്യൂണിറ്റി അവിടെ വേട്ടയാടുന്നു, അവിടെ കൊലപ്പെടുത്തുന്നു, ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഫാസറ്റ് നോക്കുമ്പോൾ നമ്മൾ വളരെ ന്യൂട്രൽ ആയിട്ട് അത് അനലൈസ് ചെയ്യണം. ന്യൂട്രൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പെർസിക്യൂഷൻ അതിന്റെ ഒരു കാരണമാവാം, പക്ഷെ അതിനെക്കാട്ടി വലിയ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഫെർട്ടിലിറ്റി റേറ്റ്സ് കൂടുതലാണ്. ഓക്കെ, ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലായതുകൊണ്ട് അവരുടെ പോപ്പുലേഷൻ ഓട്ടോമാറ്റിക്കലി കൂടും. ഹിന്ദു സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി റേറ്റ് ബംഗ്ലാദേശിൽ കുറവാണ്, അതൊരു റീസൺ. പിന്നെ 71 യുദ്ധം നടന്നപ്പോ ഒത്തിരി ഹിന്ദുസ് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തിരുന്നു. ഈ 2 കാരണങ്ങളും കൊണ്ട് എന്ത് ചെയ്യാം? ഹിന്ദുസിന്റെ പോപ്പുലേഷൻ കൂടാനും ഹിന്ദുസിന്റെ പോപ്പുലേഷൻ കുറയാനും മുസ്ലിം പോപ്പുലേഷൻ കൂടാനും കാരണമാവും. അപ്പൊ എല്ലാരെയും കൊന്നൊതുക്കിയതാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രാക്ടിക്കലായിട്ട് വേറെ റീസണും ഉണ്ട് ഹിന്ദു പോപ്പുലേഷൻ കുറയാൻ. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാം,
ബംഗ്ലാദേശിൽ എല്ലായിടത്തും പോപ്പുലേഷൻ എങ്ങനെയാണ്, ചില ജില്ലകളിൽ ഹിന്ദു പോപ്പുലേഷൻ കൂടുതലാണ്. ഓക്കെ, ചില ഡിവിഷനുകളിൽ ചിലയിടത്ത് കുറവാണ്. ഇപ്പൊ ധാക്കയിലൊക്കെ എടുത്താൽ 6% ഉള്ളൂ. പക്ഷെ സിൽഹേറ്റ് ഡിവിഷനിൽ പോയാൽ ഹിന്ദുക്കൾ 13%. ഓക്കെ, അപ്പൊ ഹിന്ദുക്കൾ കുറവുള്ള ഡിവിഷനിലാണ് സാധാരണ അവരുടെതിരെ അറ്റാക്ക് കാണാൻ സാധ്യതയുള്ളത്. ഇനി നിങ്ങളെ അവസാനം ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാം. ഒരിക്കലും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ എതിരെ ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ആഗ്രഹിച്ചിരുന്നു. ഓക്കെ, ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാജ്യമാണ്, ശരിയാണ്. ബംഗ്ലാദേശ് സ്റ്റേറ്റ് റിലീജിയൻ ഇസ് ഇസ്ലാം. അപ്പോൾ ഇറ്റ് ഇസ് ആൻ ഇസ്ലാമിക് റിപ്പബ്ലിക്. അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട് ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 2A വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റേറ്റ് ഷാൽ എൻഷുർ ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് ഇൻ പ്രാക്ടീസ് ഓഫ് ദ ഹിന്ദു, ബുദ്ധിസ്റ്റ്, ക്രിസ്ത്യൻ ആൻഡ് അതർ റിലീജിയൻസ്. അവരുടെ ഭരണഘടനയിലെ 2ാമത്തെ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നുണ്ട് അവിടെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധിസ്റ്റുകൾക്കും ബാക്കി മതക്കാർക്കും ഇസ്ലാം ഫോളോ ചെയ്യുന്നവരുടെ അതേ റൈറ്റ്സും അതേ സ്റ്റാറ്റസും ഒക്കെ ഉണ്ടെന്ന്. ഇറ്റ് ഇസ് വെരി എവിഡന്റ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ആർട്ടിക്കിൾ 28 നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിളിനെ പോലെ തന്നെയാണ് അവരുടെ ആർട്ടിക്കിൾ 28. സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് only of religion, race, caste, sex, place of birth. ലക്ഷ്മികാന്ത് വായിച്ച കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ആ ഒരു ഭരണഘടന തന്നെയാണ് അവർ കോപ്പി ചെയ്തിട്ടേക്കുന്നത്. അപ്പം മതത്തിന്റെ പേരിലോ റേസിന്റെ പേരിലോ സെക്സിന്റെ പേരിലോ ഒന്നും ആരെയും ഗവൺമെന്റ് എന്ത് ചെയ്യില്ല, വേർതിരിച്ച് കാണാൻ പാടില്ല. അപ്പം ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് നമുക്ക് നല്ലത്. ആസ് എ സെക്യുലർ പേഴ്സൺ എന്റെ ഒരു ആഗ്രഹവും ഇത് തന്നെയാണ്. ഓക്കെ, ദിസ് ഇസ് ദ എൻഡ് ഓഫ് വീഡിയോ. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതിനകത്തുള്ള പാകിസ്ഥാൻ ISI ജിഹാദി ലീഗ്. താങ്ക് യു.